ഇതെന്താണെന്നറിയോ, ഇത് ഉപ്പ് ഭരണിയാണ് കേട്ടോ. കല്ലുപ്പില്ലേ, കല്ലുപ്പ് നമ്മൾ ഈ ഭരണിയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കി വെക്കും. അപ്പം അതിൻ്റെ മാലിന്യങ്ങളൊക്കെ അതിൻ്റെ അടിയും കണ്ട. എന്നിട്ട് അതിനകത്ത് ചിരട്ടയാണ് ഇട്ടേക്കണം. നമുക്ക് അതിൽ നിന്ന് ഉപ്പ് നീരെടുക്കാൻ വേണ്ടിയിട്ട്, കറിക്കും ചോറിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചിരട്ടയാണ് ഇട്ടേക്കണം കണ്ട. ഒരു ചിരട്ടയുടെ കഷ്ണം കുറേ നാളെത്തിയതാട്ടോ, ഒരു 30 വർഷം പഴക്കെത്തിയിട്ടുണ്ടാവും ആ ചിരട്ടയും ഭരണിയും കൂടിയിട്ടോ. ഏലക്കായ ഉണ്ടായിണ്ടാ അടി. ഇവരൊന്നും ചെയ്യാണ്ട് കിടന്നിട്ടാണ് ഇങ്ങനെ കിടക്കണേ. നന്നായിട്ട് നോക്കാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവൂലേ. കണ്ട, അതാണ് നമുക്ക് നമുക്ക് എന്ന് ഇത് പറിക്കാൻ പറ്റുമോ? ഏത് മാസത്തിലാ? അങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഏത് ഇത് പറിക്കാറായിട്ടുണ്ടോ? ഇതിന്റെ ഇത് ചോട്ടിന്ന് എങ്ങനെ എടുക്കുന്നത്, എല്ലാത്തിനും എങ്ങനെ എടുക്കാം, ഇങ്ങനെ ഇങ്ങോട്ട് പഠിച്ചെടുക്കും. നമ്മളിത് വല്ലതും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മൂത്ത കായത് ഉണ്ടോ? ഇതിന്റെ അരി കറുത്തിരിക്കുന്നുണ്ടോ? ഉണങ്ങിയത് വീട്ടിൽ നല്ല എരിവായി സാധനം. അതിന്റെ അരിയ വേണ്ടേ? നമ്മൾ മറ്റേ തിന്നണം പോലെയല്ല. ഇതൊരു വിഷം അടിക്കാത്ത സാധനം. കഴിച്ചു നോക്ക്. ഒരു പുളി, ഒരു മധുരം പോലെ. കഴിച്ചു നോക്ക് പോ. ചെറിയ മധുരം ഉണ്ട് പോലെ. ആ തൊണ്ട് കളഞ്ഞിട്ട് അകത്തേന്ന് കടിച്ചു നോക്കി. ആ ഇതിൻ്റെ അകത്തെ അരി. ആ അത് കടിച്ചു നോക്കിയ നല്ല കടിച്ചു നോക്കി. നല്ലോണം കടിച്ചതിൽ നീരിറക്കണം അല്ലേ? അപ്പോഴതിൻ്റെ അത് അറിയുള്ളൂ. കൊണ്ടാ കണ്ട എത്ര രൂപയുടെ മുതലല്ലേ? അല്ല ഇപ്പൊ കിലോയ്ക്ക് 450 രൂപ വരെയുണ്ട്. നോക്കടി, അവിടെ കണ്ട നോക്കി. അതിനൊക്കെ എത്തുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ഇടുക്കിയുടെ ഉൽപ്പന്നം. ഏലക്ക, കുരുമുളക്, കൊക്കോ. എനിക്കൊരു കൊക്കോ തിന്നു നോക്കണമെന്നുണ്ടായിരുന്നു. പഴുത്ത് പണ്ട് ഞാൻ ഇതേപോലെ കാപ്പിക്കുരുവിൻ്റെ പണ്ട് ഞാൻ കാപ്പിക്കുരു കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണാറുണ്ട്. ഇതിൻ്റെ കുഴപ്പമില്ല, ഇടയ്ക്കുണ്ടായ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ പൊട്ടിക്കണത് പിന്നെ കാണണ്ടേ. പപ്പടയിൽ കൊടുക്കാന്ന്. അല്ല ഇതിപ്പോ ഇത് നല്ല പഴുത്തതല്ലേ? കുരു നമ്മൾ ഈ കൊടപ്പുളിയുടെ പുളി തിന്നിട്ട് തിന്ന്. അപ്പൊ നമുക്ക് തിന്നിട്ട് ഉണക്കിയാ മതിയാ? എന്ത് രസാ, ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇതിന്. പാരിപ്പനാണോ? പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഒരു കളവൊന്നും ഇല്ലാണ്ട് വരുന്ന സാധനമല്ലേ? നല്ല സാധനമായിരിക്കും. അതെന്നിട്ടാ സൗണ്ട് കേൾക്കണേ? ചീവീടിൻ്റെ വേണോ? പഞ്ചിപ്പിനെ പൊട്ടിക്കണ മറ്റേ ഇപ്പൊ പൊട്ടിച്ചത്.
നിങ്ങളിത് ഇങ്ങനെ തന്നെ പൊട്ടിച്ചും കൂടി എടുക്കും അല്ലേ? ഇത് ഇതിനുള്ളിൽ നിന്ന് പൊട്ടിച്ചും കൂടി എടുക്കും. നമുക്ക് അതിലെടുക്കാൻ വെള്ളമാണോ? അപ്പോൾ അത് ഇതിൻ്റെ ഒന്നും പാലിപ്പ് എടുക്കില്ല. വെക്കാൻ കിട്ടില്ല. വെട്ടി രണ്ടോ മൂന്നാക്കി വെട്ടിയെടുക്കുന്നു. എത്രയ്ക്കും കുഴി വേണം, എത്രയ്ക്ക് ഇതാവണം. ഇല്ലെന്ന് ഇവിടം വരെ അതെ, അതൊരു കഷ്ണം ഇതൊരു കഷ്ണം രണ്ടെണ്ണം എടുത്തോന്നാ. നമ്മുടെ വീട്ടിൽ കൊണ്ട് വയ്ക്കാം, ആ മേരേറ്റ് കൊണ്ട് വയ്ക്കാം. ഇവർക്ക് കുറെ സ്ഥലമുണ്ട്. കയ്യോണ്ട് പൊട്ടിക്കാം, കയ്യോണ്ട് പൊട്ടിക്കാം. എടുക്കട്ടെ, അത് പൊട്ടിക്കട്ടെ. എന്തൊരു വലുപ്പ. നമുക്ക് മുറിച്ച് തിന്നാട്ടാ. മുറിച്ച് തിന്നാലോ ഒരെണ്ണം കടിച്ചു വയ്ക്കാലോ വെറുതെ. ഹായ്, സൂപ്പർ അല്ലേ? എന്ത് രസാ പേരക്ക. എത്ര വലിപ്പം നോക്കി അല്ലേ? എന്താ നോക്ക്. ഇഞ്ചി ഇപ്പൊ പറിക്കാറായിട്ടുണ്ടോ? അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇഞ്ചി ഇപ്പോഴും ഉണ്ട് വീട്ടില്. പിന്നെ ഒരാഴ്ച കണ്ട ഇപ്പൊ ഒരാഴ്ച കണ്ട മേടിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഇരിപ്പുണ്ട് ഇഞ്ചി. എടുത്തു വെക്കൂല്ലേ? അത് നന്നായിട്ട് മൂത്തു അല്ലേ? പിന്നെ കരിമ്പ് മൂക്കും തോറല്ലേ അതിന് മധുരം കൂടാ. പിന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മധുരം ഉണ്ടാവില്ല അല്ലേ? പിന്നെ മധുരമില്ല, പൊങ്ങായി പോവേ. നീ ഇത് വന്നിട്ട് കരിമ്പൊന്നും വെട്ടി മുറിച്ച് തിന്നില്ലേ? ഇഷ്ടംപോലെ അല്ലാണ്ട് തിന്നിട്ടുണ്ടെന്ന്. മധുരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിന്നുമ്പോ ഭയങ്കര ഒരു ഇഷ്ടമല്ല തോന്നണേ. ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ തിന്നു. ഇതെല്ലാം കഴുകിയെടുക്കണേ, കഴുകിട്ട് വെട്ടി അടിക്കണേ. തേങ്ങയോട് പൊച്ചോണ്ടോ പറയാൻ അത് നമ്മുടെ പപ്പയായാലും ചെയ്യും. തേങ്ങ കഴിക്കാൻ പൊടിച്ചെടുക്കണേ. നല്ല സൂപ്പർ മധുരം, കെമിക്കലൊന്നും ഇല്ലാണ്ട് സൂപ്പറായിട്ട് വളർന്നു വരുന്ന സാധനല്ലേ? വെട്ടി അടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരം കൂടുകയും ചെയ്യും. വീടിനാണ് അതൊക്കെ ചുപ്പിച്ചെടുത്തേക്കണേ. കണ്ടോ കരിഞ്ചെല്ലുണ്ട്. അവരെന്താ പക്കത്ത് വീടായി വൈക്കു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു കുത്തനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്ന് വീഴുമോന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് പുതിയ ചെരുപ്പാണ്. നീ ഇത് ഇറങ്ങി നോക്കി. ഇതൊക്കെ സിമ്പിള് പക്ഷെ ഇറങ്ങാനാണ് ബുദ്ധിമുട്ടുള്ളൂ. കയറാൻ സൂപ്പറായിട്ട്. അപ്പം നമ്മൾ നീതുവിൻ്റെ ഒരു പ്രോപ്പർട്ടി കാണാൻ പോവാണ്. നീതുവിൻ്റെ ഒരു പ്രോപ്പർട്ടി കാണാൻ പോവാണ്. തേങ്ങ എടുക്കാറായിട്ടുണ്ടല്ലോ. ഒരു വാഴ താഴെ കുത്തിക്കെടുക്കുന്നു. വാഴക്കൊല താഴെ കുത്തിക്കെടുക്കുന്നു.
ഇവർക്കടെ വീടിൻ്റെ ഫ്രണ്ടാണത്. ഇവിടെ ആളുണ്ട്, താമസമുണ്ടോ? അതാ അതിലേ റോഡുണ്ട് അല്ലേ? നമ്മൾ വന്ന റോട്ടിലേക്ക് കയറും അല്ലേ? അപ്പ തന്നെ വന്നിട്ട് അല്ല, അവരുടെ പെർമിഷനിൽ കാട്ടിക്കൂടെ? നമ്മൾ വളർത്തുപോയിന്. കാലം കൂടി കുത്തി 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 അമ്മമാരുടെ പോലെ കേറട്ടെ. സൂപ്പർ അല്ല, ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാ പറഞ്ഞു കേട്ടോ. കൊണ്ട് 3 ആള് കെട്ടുള്ള പുല്ല് തലയിൽ കയറ്റി പശുവിന് കൊടുക്കാനായിട്ട് കയറ്റം കയറി കൊണ്ടുവരും. 3-4 കെട്ടൊക്കെ ഉണ്ട് ചേച്ചിറപ്പ. അപ്പൊ ആലോചിക്കും, നമുക്കൊന്ന് താഴ്ത്തേക്ക് ഇറങ്ങി കയറി പോരുമ്പോ ഇങ്ങനെ കത്തിക്കണം. അവരുടെയൊക്കെ സ്ട്രെങ്ത് നോക്കുക. സൂപ്പറല്ലേ? ഇങ്ങനെയും ഉണ്ടല്ലോ കാര്യങ്ങൾ, അതറിയണ്ടേ നമ്മള് ടൗണിൽ കിടന്നിട്ട് എന്തേ